ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഞാൻ വന്നിട്ടുള്ള വിജയ് അണ്ണൻ്റെ ഒരു 12 മണിക്ക് അപ്ഡേറ്റ് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കിടിൽ ഒരു അപ്ഡേറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്കൊന്ന് കണ്ടുവരാം ഗൈസ്. റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് തുടങ്ങാം ഗൈസ്. സോറി ഗൈസ്. നെഞ്ചിൽ കുടിയിരിക്കും തുടക്കത്തിൽ ഒരു പറയുന്നത് നെഞ്ചിൽ കുടിയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് വിജയ് അണ്ണൻ്റെ ആ കത്തി വന്ന് വീഴുന്നത്. വിജയ് അണ്ണൻ എൻട്രിയും ആ പോലീസ് വേഷത്തിൽ കിടിലനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഇൻട്രോ തന്നെയാണ് വിജയ് അണ്ണൻ്റെ വന്നിട്ടുള്ളത്. ഫാൻസുകാർക്കും ഇഷ്ടപ്പെടാനുള്ള കാരണം ഈ ഒരു ഇൻട്രോയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൂടെ ഒരു കിടിലൻ ഒരു ഐറ്റം തന്നെയാണ്. ബർത്ത്ഡേ വിഷസായിട്ട് അവർ ഇറക്കി വിട്ടിട്ടുള്ളത്. എന്തായാലും പേഴ്സണലി എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്കി മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടാനുള്ള കാരണം ഇത് തന്നെയാണ്. വിജയ് അണ്ണൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ലാസ്റ്റാമത്തെ മൂവിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ മൂവി ഇറങ്ങുന്നത്. എന്തായാലും വിജയ് അണ്ണൻ രാഷ്ട്രീയവും ഈ ഒരു സിനിമയും തിരിച്ചു കൊണ്ടുവന്നാൽ കിടിലനായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. എന്തായാലും വിജയ് അണ്ണൻ്റെ കരിയർ ഈ ഒരു ഇതോടെ അവസാനിക്കും എന്ന് നമുക്ക് കരുതാനില്ല. വിജയ് അണ്ണൻ്റെ ഫാൻസുകാർ എന്തായാലും കൂടെ നിൽക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ വിജയ് അണ്ണൻ എപ്പോഴും നമ്മുടെ ഒപ്പം തന്നെ ഇരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പൊങ്കൽ ആണ് റിലീസിങ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഒരു കിടിലൻ ഐറ്റം തന്നെയാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഇറക്കി വിടാൻ പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയും തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അണ്ണൻ്റെ വിളയാട്ടങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.